ഫ്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു തരംഗമായി ആഞ്ഞുവീശിയ UDFിൻ്റെ വിജയത്തിന് പിന്നിൽ പല ഘടകങ്ങളുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകമായി ഞങ്ങൾ കാണുന്നത് PV അൻവറിൻ്റെ ഫാക്ടറാണ്. PV അൻവറിൻ്റെ പുതിയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് UDFിലേക്ക് പ്രവേശനത്തിന് വേണ്ടി അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഇത്തവണ UDFിന് അകത്ത് നിന്നുകൊണ്ടല്ലെങ്കിലും അദ്ദേഹം UDFിൻ്റെ വിജയത്തിൽ നിർണായകമായ ചില പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഏതൊക്കെ ഫാക്ടറാണ് ഇത്തവണ UDFിന് അനുകൂലമായി വന്നത്, PV അൻവർ എന്ന ഫാക്ടറിൽ ഏതൊക്കെ ഘടകങ്ങളാണ് UDFിന് അനുകൂലമായി വന്നതിന് എന്നത് സംബന്ധിച്ച ഒരു ചർച്ചയാണ് നടക്കുന്നത്. എന്നോടൊപ്പം ശ്രീ VS മനോജ് കുമാർ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ചീഫ് കോർഡിനേറ്റർ, കേരളത്തിലെ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ മനോജ് കുമാറാണുള്ളത്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. ശ്രീ മനോജ്, ഇത് UDFിനകത്തു നിന്നല്ല പുറത്തു നിന്നാണെങ്കിൽ പോലും വളരെ നിർണായകമായ ഒരു പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ന്യൂനപക്ഷ ധ്രുവീകരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ ചായ്വ് ഇത്തവണ UDFിന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ആ നിലയ്ക്ക് UDFിൻ്റെ ആ വിജയത്തിന് പിന്നിൽ ഈ ന്യൂനപക്ഷങ്ങളെ തെറുത്തു കൂട്ടുന്നതിൽ വലിയ പങ്ക് PV അൻവർ വഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ RSSുമായിട്ടുള്ള കേരളത്തിലെ പോലീസിൻ്റെ ബന്ധം ആദ്യമായി തുറന്നു കാണിക്കുന്നത് PV അൻവറാണ്. അദ്ദേഹം LDFിനകത്ത് നിന്നുകൊണ്ട് തന്നെ MLA ആയിരിക്കെ തന്നെ അദ്ദേഹം ആദ്യമായി തുറന്നു കാണിച്ചു. വളരെ ധീരമായ ഒരു നിലപാടായിരുന്നു അത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കണ്ട് ആ ആപത്ത് തിരിച്ചറിയണമെന്ന് അദ്ദേഹം വളരെ മുൻകൂട്ടി തന്നെ ധരിപ്പിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു. അതിൽ പരാജയപ്പെട്ടിടത്താണ്, അല്ലെങ്കിൽ അത് കണക്കിലെടുക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് LDF വിട്ട് പുറത്തു പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്ക് പുറത്ത് നിന്നുകൊണ്ടാണെങ്കിലും അദ്ദേഹം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോട് അദ്ദേഹം നടത്തിയ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് RSSൻ്റെ ആ ബാന്ധവം എങ്ങനെയാണ് പോലീസ് ഉണ്ടാക്കുന്നത്, അതുവഴി കേന്ദ്രത്തിലേക്ക് ഒരു പാലം എങ്ങനെയാണ് ഇട്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി ന്യൂനപക്ഷങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ നിർണായകമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ആ നിലയ്ക്ക് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ ഫാക്ടർ പ്രവർത്തിച്ചത് എന്നുള്ളത് താങ്കൾ ചീഫ് കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? നമസ്കാരം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ കേരളത്തിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു. നമുക്കറിയാം, ശ്രീ PV അൻവർ ശ്രീ മുരുകേട്ടനോട് സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച പല കാര്യങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊടുക്കുകയും ആ കൊണ്ടുവന്ന വിഷയങ്ങളിലൊന്നും അനുഭാവപൂർവമായ ഒരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴാണ് അദ്ദേഹം CPM വിട്ട് CPM സ്വതന്ത്രൻ എന്നുള്ള പദവിയിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് പതുക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് പുറത്തു വരാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുക ഒരു മൂവ്മെൻറ്റ് പോലെ അന്ന് രൂപപ്പെട്ടു. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പേരിൽ ഒരു മൂവ്മെൻറ്റ് രൂപപ്പെട്ട് ആ മൂവ്മെൻറ്റാണ് പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സായി മാറിയത്. അതിന് മുമ്പ് അങ്ങിങ്ങ് ചില്ലറ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളൊക്കെ കേരളത്തിലുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു. ആ വന്ന സന്ദർഭത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിച്ചേരുന്ന മുമ്പ് തന്നെ നമുക്കറിയാം 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട്ടിലെ മാറ്റി നിർത്തിക്കൊണ്ട് 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 1 പാലക്കാടും 2 ചേലക്കരയും. അന്ന് ചേലക്കരയിൽ ശ്രീ PV അൻവർ NK സുധീർ എന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുകയുണ്ടായി. സുധീർ അവിടെ മത്സരിക്കുന്നു. സുധീർ അവിടെ മത്സരിച്ചപ്പോൾ 920 വോട്ട് അന്ന് ശ്രീ PV അൻവറിൻ്റെ മേൽവിലാസത്തിൽ അന്നുണ്ടാക്കിയ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിടിക്കുകയുണ്ടായി. നമുക്കറിയാം, ചേലക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാധാകൃഷ്ണൻ അന്ന് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുമ്പോൾ അന്ന് 39,600 ചില്ലുവാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് ചേലക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. ആ ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീ പ്രദീപ് അവിടെ മത്സരിച്ച് വിജയിക്കുന്നത് വെറും 13,000 താഴെ വോട്ടുകൾക്കാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം, മൃഗീയമായ ഇടതുപക്ഷ ഭൂരിപക്ഷം കുറച്ച് നേരെ 1/3 പോലും ആകാത്ത രൂപത്തിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലശക്തി എന്ന് പറയുന്ന ശ്രീ അൻവറിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അദ്ദേഹം നടത്തിയ വിഷയങ്ങൾ, അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ, ഇതൊക്കെ ജനസ്വീകാര്യമായൊരു വിഷയമായി മാറിയപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥിക്കും കുറേ വോട്ട് ലഭിച്ചു.
പാലക്കാട്ടാണെങ്കിൽ പോലും ഈ ന്യൂനപക്ഷ മേഖലയിലൊക്കെ അതിഭയങ്കരമായി അന്ന് അൻവറിൻ്റെ ഒരു നിലപാടുകൾ തീർച്ചയായും വളരെ ഗുണപരമായി മാറുകയുണ്ടായി. അതുകൊണ്ടായിരുന്നു ഷാഫി പറമ്പിലുണ്ടായതിനേക്കാൾ എത്രയോ മടങ്ങ് ഭൂരിപക്ഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് അന്ന് ലഭിച്ചത്. നമുക്കറിയാം, 2 തെരഞ്ഞെടുപ്പുകളെ നമ്മൾ താരതമ്യം ചെയ്താൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുരളീധരൻ അറിയാമല്ലോ, വളരെ വ്യക്തമായി മൃഗീയ ഭൂരിപക്ഷം അന്ന് 2 വിഷയങ്ങളായിരുന്നു. ഒന്ന് ശബരിമലയും ഈ പറയുന്ന പോലെയുള്ള മറ്റ് ന്യൂനപക്ഷ വിഷയങ്ങളും, BJPക്കെതിരെയുള്ള ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ലഭിച്ച ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം നടന്ന ബൈ ഇലക്ഷൻസ്, 5 ബൈ ഇലക്ഷൻസ് നടന്നു. ഒന്നിലും UDFന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. കയ്യിൽ നിന്ന് സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ 2024 നമ്മൾ നോക്കിയാൽ UDFിലേക്ക് എത്തിയ ന്യൂനപക്ഷങ്ങളാരും പിന്നെ തിരിച്ച് ഇടതുപക്ഷ പാളയത്തിലേക്ക് മടങ്ങിയിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. അതിന് ഒരു പ്രധാന പങ്ക് വഹിച്ചത് ശ്രീ അൻവർ തന്നെയായിരുന്നു. അദ്ദേഹം കേരളത്തിലെ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടുത്തെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പോലീസ് നടത്തുന്ന അതിക്രമങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലും ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവന്നിട്ടും അതിനൊരു അർഹമായ പരിഗണന കൊടുക്കാതെ വന്ന സാഹചര്യം ജനങ്ങൾക്കിടയിലേക്ക് തന്നെ അദ്ദേഹം വിശദീകരിക്കുക വഴി അനുദിനം ഈ RSSന് എതിരെയുള്ള CPM RSS കൂട്ടുകെട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതായി അങ്ങ് നിരീക്ഷിച്ച പോലെ തന്നെ ആണ് പൊതുസമൂഹം കാണുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വലിയൊരു പിന്തുണ ഉണ്ടായത് എന്ന് തീർച്ചയായും അൻവറിൻ്റെ ഒരു പങ്കാളിത്തത്തെ തങ്ങളെപ്പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ അംഗീകരിച്ച് കാണുന്നതിലേറെ സന്തോഷമുണ്ട്. അത് അങ്ങ് പറഞ്ഞത് ശരിയുമാണ്. വലിയൊരു പങ്ക് ശ്രീ അൻവറിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ മൂവ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഘട്ടത്തിൽ ഞങ്ങൾ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിനിടയിൽ ഞങ്ങൾ UDF നേതാക്കളുമായി ഞങ്ങളുടെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ, എനിക്ക് തോന്നുന്നു മനോജ് കുമാർ തന്നെയാണ് BD സതീശനുമായി സംസാരിക്കാൻ പോയത്, അത് UDF പ്രവേശനത്തിന് വേണ്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ആ ചർച്ചയിൽ പങ്കാളിയായിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില ബന്ധങ്ങൾ വഴിയും ശ്രീ VD സതീശനും UDF നേതാക്കളുമായി ബന്ധപ്പെടുകയൊക്കെ ഉണ്ടായി. എന്തായിരുന്നാലും UDFിലേക്കുള്ള പ്രവേശനം ഞങ്ങൾക്ക് സാധ്യമാണ് എന്നൊരു മെസ്സേജാണ് ശ്രീ VD സതീശൻ നൽകിയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞതും ഏതാണ്ട് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രതികരണമായിട്ട് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വിശാലമായ ഒരു സഖ്യം വിപുലപ്പെടുത്തുന്നതിന് ഞാനും കേട്ടു. അകത്തും അല്ലെങ്കിൽ UDF മുന്നണിക്കകത്ത് മാത്രമല്ല പുറത്തുള്ളവരെയും സ്വീകരിക്കും, ഒപ്പം തന്നെ പരിഗണനയുള്ള പലരെയും സ്വീകരിക്കും. ആ ഒരു മെസ്സേജാണ് തന്നിരിക്കുന്നത്. ആ നിലയ്ക്ക് മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുന്ന ഒരു മെസ്സേജ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ അദ്ദേഹത്തിനുമായിട്ടുള്ള എൻ്റെ ഒരു ആശയവിനിമയത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, തീർച്ചയായും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിനെ ശ്രീ PV അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ മൂവ്മെൻറ്റിനെ തീർച്ചയായും മുന്നണിയുടെ ഭാഗമാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വമാണ് അക്കാര്യം പറഞ്ഞത്. പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ കണ്ണൂരിൽ വെച്ച് ശ്രീ PV അൻവർ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പിണറായിസം അവസാനിപ്പിക്കാൻ എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും മുന്നണിയുടെ UDFിൻ്റെ വിജയത്തിന് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. നല്ലൊരു പ്രയോഗമാണ്. കാരണം മാർക്സിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന പോലെ പിണറായിസം എന്നൊരു അതായത് പ്രധാനപ്പെട്ട പിണറായി വിജയനെതിരെയുള്ളൊരു നിലപാട് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവിധി ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം തന്നാലാകുന്ന പ്രവർത്തനങ്ങൾ നിർവഹിക്കും. തന്നെ സ്നേഹിക്കുന്നവർ നിർവഹിക്കും, തന്നെ ഇഷ്ടപ്പെടുന്നവർ നിർവഹിക്കും, തൻ്റെ അനുഭാവികൾ നിർവഹിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം ആണ് വീണ്ടും ഈ മുന്നണി ചർച്ചകളുണ്ടായത്. ഏതാണ് തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണിയിലേക്ക് പരിഗണിക്കാം എന്നുള്ള ഒരു സന്ദേശം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും പാർട്ടിയുടെ പേരിലോ ചിഹ്നത്തിലോ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഒക്കുന്നതുപോലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി മുന്നണിയിലില്ലെങ്കിൽ പോലും ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബുദ്ധിയുള്ള കോൺഗ്രസ് ആണെങ്കിൽ അല്ലെങ്കിൽ VD സതീശനെപ്പോലുള്ളവർക്ക് ബുദ്ധി ഒതുക്കുകയാണെങ്കിൽ
സ്വാഭാവികമായിട്ടും പി വി അൻവർ ഫാക്ടറിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ ഈ വെളിയിലുള്ള മറ്റുള്ളവർ പറയുന്ന പോലെയല്ല, ഈ ന്യൂനപക്ഷങ്ങളിൽ അകത്തു നിന്നുള്ള ചൂടറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് പറയുന്ന ഒരാളും പുറത്തു നിന്നുള്ള ഒരാളും പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം പി വി അൻവറിൻ്റെ അൻവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹം നടത്തുന്ന ഈ യത്നം, ആ യത്നത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി നല്ല സുരക്ഷിതമായ ഒരു സീറ്റ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ക്യാമ്പയിനർ, ഒരു വലിയ ക്യാമ്പയിനറാക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം പോലുള്ള മറ്റ് ന്യൂനപക്ഷങ്ങളുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ മലബാറിലെ മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം വേണ്ടത്. UDF വിജയിക്കാൻ ആവശ്യമായ ഇത് വേണമെങ്കിൽ മലബാറിൽ മാത്രം പോരാ, മറ്റു സ്ഥലങ്ങളിലും വേണം. അപ്പം കേരളത്തിലെമ്പാടും അദ്ദേഹത്തെ ഒരു സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ സുരക്ഷിതമായ ഒരു സീറ്റ് നൽകിക്കൊണ്ട് ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർ വിലയിരുത്തുന്നത്. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ശ്രീ പി വി അൻവറിന് ഒരു സുരക്ഷിതമായ സീറ്റെന്ന് ഞാൻ അർത്ഥമാക്കുന്ന മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം മലബാറിലെ ഏത് സീറ്റിൽ നിന്നാലും ജയിക്കാൻ കരുത്തുള്ള വ്യക്തിത്വമാണെന്നുള്ളത് തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിത്വത്തെ നമ്മൾ ഒരു ന്യൂനപക്ഷത്തിലെ മാത്രം പരിമിതപ്പെടുത്തേണ്ടതില്ല. കേരളത്തിലെ ഏത് വിഷയങ്ങളിലും, പ്രത്യേകിച്ച് നമുക്കറിയാം ശബരിമല ഇഷ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളാവട്ടെ, വാർത്താ സമ്മേളനങ്ങളാകട്ടെ, വളരെ ഫലപ്രദമായി അവിടുത്തെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അയാളെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി, ഒരു ക്രൗഡ് പുള്ളർ ലീഡർ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവോ ആ രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായും ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ചെല്ലുന്ന മേഖലകളിലൊക്കെ നല്ല ജനക്കൂട്ടവും കാര്യങ്ങളും എല്ലാം, ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒട്ടനവധി പരിപാടികൾ പങ്കെടുത്തിട്ടുള്ള ആളാണ്, എല്ലാം കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിലാണ് ഞാനത് പറയുന്നത്. അത് തീർച്ചയായിട്ടും UDF അത്തരത്തിൽ ഒരു പരിഗണന കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ഒരു നല്ല പരിഗണന അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം വലിയ ഗണ്യമായ വോട്ട് ഷെയർ ഉയർത്തി കഴിയുന്നത്ര അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടും അദ്ദേഹം വലിയൊരു വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതിന് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കരിഷ്മ ഉണ്ട് എന്നുള്ളതിന് ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ ആ കരിഷ്മയെ എങ്ങനെ UDF ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഈ നിലവിലുള്ള സ്ഥിതികൾ, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 വർഷമായി ഭരണത്തിന് പുറത്ത് നിൽക്കുന്നതാണ് കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും ഒക്കെ തന്നെ. അപ്പോൾ അവർക്ക് അതിനെ ഗൗരവമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നണി മാറ്റം അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ആവശ്യമാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ഇത്തരം ആളുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ഒരു പുതിയ ഒരു നീക്കത്തിന് തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാവുന്നത്. അങ്ങനെയാണ് തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാകും, അല്ലേ? തീർച്ചയായിട്ടും നിലവിലുള്ള മുന്നണിയെ ശക്തിപ്പെടുത്തിയും പുതുതായി ചേരാൻ ആഗ്രഹിക്കുന്ന, സഹകരിക്കാൻ കഴിയുന്ന ആളുകളെ പരമാവധി സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം എന്താണെന്ന്, ഞങ്ങൾക്ക് നേരത്തെ ഇതിനകത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കോഴിക്കോട് വെച്ച് ഉള്ള UDF യോഗത്തിൽ ഞങ്ങളെ മുന്നണിയിൽ അസോസിയേറ്റ് ആക്കാൻ തീരുമാനിച്ചിരുന്നു. അത് തത്വത്തിൽ അങ്ങ് നടപ്പിലായിട്ടില്ല എന്നൊഴിച്ചാൽ ഞങ്ങൾ ഏതാണ്ട് UDFൻ്റെ അതേ നിലപാടിൽ തന്നെ പോകുന്ന, UDFുമായി ഈ തെരഞ്ഞെടുപ്പ് മുതൽ കൂട്ടാളി അല്ലെങ്കിലും സഹകരിച്ച് പോകുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ മുന്നണിയിലെ ഇനി അത് അസോസിയേറ്റായി പ്രഖ്യാപിക്കണോ അതോ ഘടകകക്ഷിയായി പ്രഖ്യാപിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ UDFുമാണ്. ഇനി അതിലേക്ക് വിപുലമായൊരു ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും KPCC പ്രസിഡൻറ്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രസ്താവനകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശ്രീ PV അൻവറിനെ പോലെയുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ക്രൗഡ് പുള്ളറായ നേതാക്കന്മാരെ കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലവും കൂടെ നമ്മൾ കൂട്ടി വായിച്ചാൽ 100% ശ്രീ VD സതീശൻ നേരത്തെ പറഞ്ഞതുപോലെ 100 സീറ്റിൽ തന്നെ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിലേക്കുള്ള പ്രയാണത്തിലേക്ക് UDF മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.